കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാനിലെയും ഇസ്രയേലിലെയും സ്ഥിതിഗതികൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. വിവിധ കരാറുകളിലും ഒപ്പുവയ്ക്കും. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ കാനഡ പ്രധാനമന്ത്രിയുമായുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചർച്ച എന്തൊക്കെയാണ് ചർച്ചയിൽ ഉരുത്തിരിയുന്നത്? എന്തൊക്കെ കാര്യങ്ങളിൽ കരാറുകൾ വരും? ദില്ലി ഹൈദരാബാദ് ഹൗസിലാണ് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. രാവിലെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും മാർക്ക് കാർണി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം 27-ാം തീയതി മുംബൈയിലായിരുന്നു മാർക്ക് കാർണി ഇറങ്ങിയത്. അതിനുശേഷം ചില പ്രധാനപ്പെട്ട വ്യക്തികളുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്നലെയാണ് അദ്ദേഹം ദില്ലിയിലെത്തിയത്. വ്യാപാര, പ്രതിരോധ, വാണിജ്യ കരാറുകളിൽ ഒപ്പുവെക്കാനുള്ള ധാരണയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഇറാൻ, ഇസ്രായേൽ, ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ നിലവിലത്തെ സാഹചര്യങ്ങൾ കൂടി ഇവർ രണ്ടുപേരും ചേർന്ന യോഗത്തിൽ വിലയിരുത്തും. കാനഡ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ആണവായുധം അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ഭീഷണി മറ്റ് രാജ്യങ്ങളിൽ കാനഡയ്ക്ക് ഉൾപ്പെടെ ഭീഷണിയാകുന്ന തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടും അത് കേൾക്കുവാൻ പോലും അന്ന് ഇറാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ അമേരിക്ക ഇപ്പോൾ ചെയ്ത പ്രവർത്തികൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നതായിട്ടായിരുന്നു കാനഡ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. ഈ കാര്യങ്ങളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. എന്തായാലും ഈ വിഷയം അടക്കം ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ചില നിർണായക കരാറുകൾ കാനഡയും ഒപ്പം തന്നെ ഇന്ത്യയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കുറച്ചുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കരാറുകൾ കൂടി ഒപ്പുവയ്ക്കും. അതിനകത്ത് പ്രധാനമായും പ്രതിരോധം, വാണിജ്യം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ബന്ധം ഊഷ്മളപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളായിരിക്കും ഒപ്പുവയ്ക്കാനുള്ള ധാരണയിലേക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എത്തുക.